ഹലോ ഹായ്, നമുക്ക് കറുമുറ മിച്ചർ ഉണ്ടാക്കിയാലോ. കുറച്ച് കടലമാവ് എടുക്കുക, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചപ്പാത്തി പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് മാവ് മാറ്റി വെക്കുക, അതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ലൂസാക്കി വെക്കാം. സേവനാഴിയിലേക്ക് മാവെല്ലാം ഒഴിച്ച് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വീശപ്പം പോലെ നമുക്കൊന്ന് ചുറ്റിച്ച് മാവെടുക്കാം. എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് ഒരുപാട് മുരിയാണ്ടിങ് എടുക്കാം, കാര്യം ഇരുന്ന് മുരിഞ്ഞോളും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചിടുന്നുണ്ട്. അപ്പം ഇടയ്ക്കാകുമ്പോഴത്തേക്കും നല്ലൊരു മണം കിട്ടും. അങ്ങനെ കൂടെ നമുക്ക് ബാക്കിയെല്ലാം മാവും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പിടി 1-2 പിടി നമുക്ക് കപ്പലണ്ടിയും കൂടി വറുത്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ബൂന്തിയാക്കി നമുക്ക് ഒരു ഹോളുള്ള സ്പൂൺ വഴി ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. കൂടാണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് കറിവേപ്പിലയോട് വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുക. ഉപ്പും എരിവും ഒക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്.